ഭയങ്കര കുഴപ്പം ജ്യൂസ് അടിക്കാൻ വേണ്ടി പഞ്ചസാര അധികമായി പഞ്ചസാര കുറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കുഴപ്പം. ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അതുപോലെ തന്നെ റമദാനിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ റമദാൻ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നോമ്പ് തുറയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ അപ്പോൾ ഞാനിത് ഉമ്മാൻ്റെ അടുത്തുനിന്നാണ് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ മുപ്പിക്കും പിന്നെ ഫാമിലിക്കൊക്കെ അവൾ ഉപ്പാൻ്റെ അടുത്ത് നോമ്പ് പറയണ്ട. അപ്പോൾ ഞാൻ ഏതായാലും നോമ്പ് ഫസ്റ്റ് അല്ലേ, ഉമ്മാൻ്റെ അടുത്ത് ഞാൻ എപ്പോൾ എല്ലാ നോമ്പിൻ്റെ നാട്ടിലുള്ള സമയത്ത് ഉമ്മാൻ്റെ അടുത്താണ് ഫസ്റ്റ് നോമ്പറ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ റൂറൽ നിസ്കരിച്ച് ഇവിടെ വീട്ടിലേക്ക് വന്നേക്കുമ്പോൾ ഉമ്മ എന്തെല്ലോ സ്പെഷ്യൽ കടിയാക്കുന്ന കേട്ടാ. ഉമ്മാനോട് പറഞ്ഞാൽ 3 തരം കടിയുണ്ട് തന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഉമ്മ വേറെ എന്തോ ഒരു സംഭവം ആക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ആക്കുന്നതെന്നോ ഞാൻ കാണിച്ചു തരാം. നമ്മളെ മുളക് ബജി ഉണ്ടാക്കുന്ന മുളകിനെ കൊണ്ട് എന്തോ സംഭവമാക്കുന്നുണ്ടേ. ഇതെന്താ സാധനം? മസാല എന്തെല്ലാം ഇതിലുള്ളത്? ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി, പിന്നെ ഉപ്പും, അതേ ഉള്ളൂ. എന്നിട്ട് ഇത് പൊരിക്കലാ, മല്ലിച്ചപ്പു ഇതിലൊപ്പരം മിക്സ് ആക്കിയിട്ട് പൊരിക്കലാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കുന്ന രീതി ഇതാ നമ്മളെ മിസ്റ്റർ സെറീന പറഞ്ഞുതരും. അപ്പോൾ ഇത് ആദ്യം മുളക് എടുക്കുക. മുളക് കാണിക്കേ. ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ് കേട്ടോ. മുളകെടുക്കുക, നമ്മൾ ഉണ്ടാക്കിയ മസാല ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിറച്ച് കൊടുക്കാം. മസാല മനസ്സിലായിനാ? മസാല പറഞ്ഞോ? മസാലേൻ്റെ അടുത്ത് വെറും പച്ച ചുവന്നുള്ളി, പച്ചമുളക്, ഉരുളൊക്കെ പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടിടുക, കുറച്ച് മല്ലിച്ചപ്പ് മുറിച്ചിടുക. അത്രേ ഉള്ളൂ. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കേട്ടോ നോമ്പിന്. വന്നാലും ഗസ്റ്റ് വന്നാലും ഉണ്ടാക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക, സിമ്പിളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ കൈ അങ്ങനത്തെ പോയി. ഇപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉമ്മ ബോണ്ടൊക്കെ ഉള്ള പരിപാടിയാണ്. ഉമ്മ എന്തെല്ലാം കടിയാക്കുന്നത്? ബോണ്ട, സമൂസ, ഇതിൻ്റെ പേരെന്താ? അതിന് പേരിട്ടില്ല, നാപ്പടിക്ക് എല്ലാവരും വിളിക്കാം. ഓക്കെ, ബോണ്ടൊക്കെ ഉള്ള ഉള്ളി ഇവിടെ തിളക്കുന്നുണ്ട് ഗൈസ്. സാധാരണ ബോണ്ടല്ല കേട്ടോ. ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബോണ്ടയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് എല്ലാം. നിങ്ങൾക്ക് നോമ്പിലെല്ലാം ടപ്പട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കടകളാണ് നമ്മൾ മുമ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. തന്നെ മസാല ഓൾറെഡി മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, നല്ല മസാലയാണ് കേട്ടോ. മസാല പേസ്റ്റ് ഓൾറെഡി മുമ്പ് ഉണ്ടാക്കി വെക്കലാണ്. എന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊന്നും ഗാർലിക്. ഉമ്മ ഇന്ന് പിന്നെ ബോണ്ടയ്ക്ക് പകരം വേറൊരു കടി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. ഉമ്മ എൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഉമ്മ പറഞ്ഞ എന്നാ പിന്നെ അത് ക്യാൻസൽ ആക്കിയിട്ട് നമുക്ക് ഇന്ന് ബോണ്ട ആക്കാം അല്ലേ? അല്ലേ വാ, അങ്ങനല്ല പറഞ്ഞേ. അങ്ങനെ പറഞ്ഞത് ബോണ്ട ഉണ്ടാക്കാൻ ഉമ്മാന്റെ മനസ്സാണ്ടോ. ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയാട്ടോ. ഇവിടെ ഭയങ്കര കുഴപ്പം ജ്യൂസ് അടിക്കാൻ വേണ്ടി പഞ്ചസാര അധികമായി പഞ്ചസാര കുറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കുഴപ്പം. ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സമൂസക്കുള്ള എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. അയ്യോ പോണ്ട അയ്യോ അങ്ങനെ ഇതാ ഇറച്ചിപ്പത്തിൽ റെഡി, സമൂസ റെഡി. പിന്നെ ഇതിൽ ഫസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇതിൻ്റെ കടികൾ ഉണ്ടെങ്കിൽ അറിയൂ, കടികൾ കുറയൂ, അതെല്ലാം തന്നെ. പിന്നെ പത്തിലാവും, ചോറാവും അല്ലേ വാ, അല്ലെങ്കിൽ തന്നെ ഫസ്റ്റ് ഒരു ഭയങ്കര സംഭവമായിരിക്കും ഫസ്റ്റ്. പിന്നെ എല്ലാം കണക്ക് തന്നെ ഇരിക്കേ. ഞാൻ വിചാരിക്കണ്ട ഇവിടെ എപ്പം കടിയാകും. ഇവിടുത്തെ അവസ്ഥ ഇവിടെ നമുക്കറിയാം. നേരത്തെ പറഞ്ഞ ബജി അല്ല, ബജി എന്ന പേരല്ല, അതിന് തൽക്കാലം നമ്മൾ പേരുന്ന സെറീന സ്പെഷ്യൽ കിട്ടുന്നുണ്ടോ? തൽക്കാലം അതിൻ്റെ പേര് സെറീന സ്പെഷ്യൽ. ഇത് കടലക്കപ്പൊടി അല്ലേ? നല്ല മിക്സ് ആക്കിയിട്ടാ. ഇതാ ഇവനെ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുതിയ കടി എന്താകും? അനങ്ങാണ്ട് നിൽക്കണേ, ഇവിടെ എല്ലാവർക്കും നോമ്പാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ കടി ഇവിടെ എണ്ണയിൽ പൊരിയുന്നുണ്ട്. എന്താവും എന്നത് നമുക്ക് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി കഴിക്കാനും കൂടി നോക്കണം. കഴിക്കാൻ ഇങ്ങനെ 1 മണിക്കൂറും കൂടി സമയമുണ്ട് കേട്ടോ. പൊരിയുന്നുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ കടികൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഫ്രീ ആയില്ല, ഫ്രീ അല്ല, ഞാനെല്ലാം ഉണ്ടാക്കി ഉമ്മ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്, ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഗൈസ് ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. ഇവിടെ കടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ട്, ഈത്തപ്പഴമുണ്ട്, സമൂസ എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗൈസ് അൽഹംദുലില്ലാ നോമ്പെല്ലാം തുറന്നതിന്. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. കുറച്ച് പണിയുണ്ട്, നിസ്കരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.